ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ഗം ഗണപതേ നമ. ഓം ഗം സിദ്ധേ നമ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. നമുക്ക് ഇന്ന് 8-ാം അധ്യായത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം. 8-ാം അധ്യായം എന്ന് എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ദേവിയുടെ കൃപയാൽ നന്മയുണ്ടാകട്ടെ എല്ലാവർക്കും. നമ്മൾ 7-ാമത്തെ അധ്യായം പറഞ്ഞു കഴിഞ്ഞു. 7-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം ചണ്ഡികാദേവിയോട് കാളീദേവി, അതായത് ഈ കല്യാണിയായ മംഗളകാരിണിയായ ചണ്ഡികാ ഭഗവതി ചണ്ടമുണ്ടന്മാരെ വധിച്ച് അവരുടെ ശിരസ്സുകളുമായിട്ട് ആനയിക്കപ്പെട്ടതായി കണ്ടിട്ട് കാളീദേവിയോട് ആ ചണ്ഡികാദേവി പറയുകയാണ്, അതായത് ഈ ചണ്ടൻ്റെയും മുണ്ടൻ്റെയും ശിരസ്സുകളെ ഗ്രഹിച്ചുകൊണ്ട് എൻ്റെ സമീപത്തിൽ വന്നത് കാരണം ലോകത്തിൽ ചാമുണ്ട എന്ന് പ്രസിദ്ധയായ ദേവിയായി ഭവിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ മുൻ ശ്ലോകത്തിൽ ഈ പറഞ്ഞ ലളിതം, അതായത് 24-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു ഉവാചകാളിം കല്യാണി ലളിതം ചണ്ഡികാവചഹ എന്ന് പറഞ്ഞിരുന്നു. ആ കല്യാണിയായ ആ ദേവി ചണ്ഡികാദേവി പറഞ്ഞ ലളിതമായ മധുരമായ വാക്കുകൾ ഇതാണ്. ചാമുണ്ട എന്ന് പ്രസിദ്ധയായ ദേവിയായി ഭവിക്കും എന്നാണ് പറഞ്ഞത്. ഇതാണ് 7-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് 8-ാമത്തെ അധ്യായം, അതായത് രക്തബീജവധം എന്താണെന്ന് നോക്കാം. അതിൽ ഈ ആദ്യം മുതലുള്ള ശ്ലോകങ്ങളുടെ എണ്ണത്തിൽ പറയുകയാണെങ്കിൽ അത് 440-ാമത്തെ ശ്ലോകമാണ്. ഋഷിരുവാച. അത് കഴിഞ്ഞിട്ട് 441, 42 അങ്ങനെ പോവും. ഇനി 8-ാം അധ്യായത്തിലെ 1-ാം ശ്ലോകം, 2-ാം ശ്ലോകം, അങ്ങനെ ഉവാച മന്ത്രങ്ങൾ അതുപോലെ ശ്ലോകങ്ങളും നിങ്ങൾ നമ്പർ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. ഇവിടെ 1-ാമത്തെ ശ്ലോകം ഋഷിരുവാച മന്ത്രം. അത് കഴിഞ്ഞിട്ട് 2-ാമത്തെ ശ്ലോകമായിട്ട് പറഞ്ഞിരിക്കുന്നത് ചണ്ഡേച നിഹതേ ദൈത്യേ മുണ്ടേച വിനിപാതിതേ ബഹുലേഷു ച സൈന്യേഷു ക്ഷയിതേഷു അസുരേശ്വരഃ തത കോപപരാധീനചേതാ ശുംഭപ്രതാപവാൻ ഉദ്യോഗം സർവസൈന്യാനാം ദൈത്യാനാം ആദിദേശഃ. ഇങ്ങനെയാണ് ഈ 4 വരിയുടെ ഒരുമിച്ച് പറയാം. അത് ഇവിടെ ആ ചണ്ഡൻ എന്ന അസുരൻ ഹനിക്കപ്പെടുകയും അതുപോലെ മുണ്ടാസുരനെയും 2 പേരെയും വധിക്കപ്പെട്ടു. അത് കഴിഞ്ഞിനി ശുംഭൻ്റെയും നിശുംഭൻ്റെയും അവസ്ഥ എന്താണെന്നാണ് ഇവിടെ നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ദേവി ചണ്ഡാസുരനെയും മുണ്ടാസുരനെയും വധിച്ചു. അത് കഴിഞ്ഞ് രക്തബീജനെ അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഋഷി പറഞ്ഞു ചണ്ഡേ ദൈത്യേ, ചണ്ഡൻ എന്ന അസുരൻ നിഹതേച്ച ഹനിക്കപ്പെടുകയും മുണ്ടേ വിനിപാതിതേച്ച മുണ്ടാസുരൻ താഴെ പതിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ബഹുലേഷു സൈന്യേഷു, ബഹുലേഷു എന്ന് പറഞ്ഞാൽ ഒരുപാട്, അനേകായിരം അസംഖ്യങ്ങളായ സൈന്യങ്ങൾ ക്ഷയിതേഷു ക്ഷയിക്കപ്പെടുകയും ചെയ്തപ്പോൾ, ക്ഷയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നശിക്കുക എന്നുള്ള അർത്ഥമുള്ളൂ കേട്ടോ. തതഃ അനന്തരം പ്രതാപവാൻ, അതിപ്രതാപത്തോടു കൂടിയവനായിരിക്കുന്നവൻ, അസുരേശ്വരഃ, അസുരേശ്വരൻ അസുരന്മാരുടെ ഈശ്വരനാണ്, അസുരന്മാർക്ക് ഈശ്വരനായിരിക്കുന്നവൻ. അല്ലെങ്കിൽ നമുക്ക് പറയാം അസുക്കൾ എന്ന് പറഞ്ഞാൽ പ്രാണനാണ്, പ്രാണങ്ങളെ ഗ്രഹിക്കുന്നവൻ, പ്രാണങ്ങളെ ഗ്രഹിക്കുന്നവൻ, അങ്ങനെയുള്ളവൻ, അതായത് മൃത്യു എന്നാണ് അർത്ഥം. പ്രാണനെ എടുക്കുന്നവനെ മൃത്യു എന്നല്ലേ. ആ മൃത്യു ഈശ്വരനായി ഉള്ളവനും, അതായത് ആസന്ന മൃത്യുവായി, ആ മരണം അടുത്തവൻ, ഇങ്ങനെയും അസുരേശ്വരനെ നമുക്ക് പറയാം. ഇവിടെ അസുരേശ്വരൻ അസുരന്മാരുടെ ഈശ്വരൻ, അതായത് ഇവിടെ നേതാവ് അധിപതി എന്നുള്ള അർത്ഥം ധാരാളമാണ്. അപ്പോൾ അസുരേശ്വരഃ. ശുംഭഃ, ശുംഭാസുരൻ. കോപപരാധീനചേതാഃ, കോപത്തിന് അധീനനായിട്ട്, ആ കോപത്തിന് അധീനമായ മനസ്സോട് കൂടിയവൻ എന്ന് പറഞ്ഞാൽ എന്താ? അത്യന്തം കോപത്തോടു കൂടിയവൻ. ദൈത്യാനാം സർവസൈന്യാനാം, ദൈത്യാനാം അസുരന്മാരായ എല്ലാ സൈനികർക്കും ഉദ്യോഗം, ദേവിയോട് യുദ്ധം ചെയ്യുന്നതിന് ഉത്സാഹിക്കുന്നതിനായി ആദിദേശ എന്ന് പറഞ്ഞാൽ ഇവിടെ ആദേശം കൊടുത്തു, നിർദ്ദേശം കൊടുത്തു, അതല്ലെങ്കിൽ ആജ്ഞാപിച്ചു. ഇവിടെ ആ കാളീദേവിയാൽ ഈ യുദ്ധത്തിൽ ചണ്ഡാസുരൻ ഹനിക്കപ്പെടുക, അതായത് വധിക്കപ്പെടുകയും അതുപോലെ മുണ്ടാസുരൻ താഴെ നിലം പതിക്കപ്പെടുകയും ചെയ്തപ്പോൾ അസംഖ്യ സൈന്യങ്ങളും അതോടൊപ്പം നശിപ്പിക്കപ്പെടുകയും ചെയ്തതിൻ്റെ ശേഷം, അതായത് കോപപരവശ ഹൃദയനായിട്ട് ഉഗ്ര തേജസ്സോടു കൂടിയവനായി തീർന്നിരിക്കുന്ന
ഈ അസുരന്മാരുടെ ഈശ്വരനായ അസുരേശ്വരനായ ശുംഭൻ ചണ്ഡികാദേവിയുടെ നേരെ യുദ്ധം ചെയ്യുന്നതിന് ഉദ്യമിക്കുന്ന, അതായത് ഉത്സാഹത്തോടുകൂടി ആന, കുതിര, തേര്, കാലാൾ ഇവയ്ക്കും അതുപോലെ രക്തബീജൻ മുതലായ അസുരന്മാർക്കും കൽപ്പന കൊടുത്തു. രക്തബീജൻ്റെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്യുന്നതിന് കൽപ്പന കൊടുത്തു എന്നർത്ഥം. അടുത്ത ശ്ലോകം നോക്കാം. അദ്യ സർവബലൈർദൈത്യ ഷഡശീതിരുദായുധാഹ കമ്പൂനാം ചതുരാശീതിർ നിര്യാന്തു സ്വബലൈർവൃതാഹ. ഇവിടെ അദ്യ ഇപ്പോൾ, ഇന്ന്, ഉദായുധാഹ ദൈത്യാഹ. ഉദായുധ എന്ന് പറഞ്ഞാൽ ഉയർത്തിപ്പിടിച്ച ആയുധങ്ങളുമായി ദൈത്യാഹ അസുരന്മാർ, ദൈത്യൻ അസുരൻ. ഷഡശീതി, അശീതി 80, ഷഡ് 6, 86. സർവബലൈ എല്ലാ ചതുരംഗ പടകളോടും കൂടി എന്നാണ് സർവബലൈ എന്ന് പറഞ്ഞാൽ. കമ്പൂനാം ചതുരാശീതി, ചതുഹു 4, അതുപോലെ അശീതി 80, 84, 84. കമ്പുക്കൾ എന്ന് പറഞ്ഞാലും ഈ അസുരന്മാരുടെ ഒരു വർഗത്തിനെയാണ് പറഞ്ഞിരിക്കുന്നത്. കമ്പുക്കളായ അസുരന്മാർ 84. ഇനി സ്വബലൈർവൃതാഹ, അവരും അവരുടെ സ്വന്തം സൈന്യത്താൽ ചുറ്റപ്പെട്ടവരായി നിര്യാന്തു, പുറപ്പെടട്ടെ എന്ന് ശുംഭാസുരൻ ആജ്ഞാപിച്ചു. നിര്യാന്തു എന്ന് പറഞ്ഞാൽ പുറപ്പെടട്ടെ. ഇവിടെ ശുംഭൻ പിന്നെയും ആജ്ഞ കൊടുത്തു. ഇന്ന്, അല്ലെങ്കിൽ അദ്യ, ഇന്ന് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പുറപ്പെടട്ടെ, എൻ്റെ ആജ്ഞ ഇതാണ്. 86 പ്രധാന അസുരന്മാർ ചതുരംഗ പടകളോടും ഉയർത്തിപ്പിടിച്ച ആയുധങ്ങളോടും കൂടി എല്ലാ ചതുരംഗ പടകളോടും ചുറ്റപ്പെട്ടവരായിട്ട് ദേവിയോട് യുദ്ധത്തിനായി പോകട്ടെ. അതുകൂടാതെ കമ്പുക്കൾ എന്ന ആ വംശത്തിൽപ്പെട്ട അസുരന്മാരും 84 വൃന്ദഭേദങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 84 കൂട്ടം സൈന്യങ്ങൾ. ഒരു ഗ്രൂപ്പിനെയാണ് വൃന്ദം എന്ന് പറയുക, വൃന്ദം കൂട്ടം എന്നാണ്. സ്വസൈന്യങ്ങളാൽ ചുറ്റപ്പെട്ടവരായിട്ട് ദേവിയോടുകൂടി അതായത് ദേവിയോട് യുദ്ധത്തിനായിട്ട് പുറപ്പെടട്ടെ എന്ന് ഈ ശുംഭൻ ആജ്ഞാപിച്ചു. ഇനി അടുത്ത ശ്ലോകം നോക്കാം. കോടിവീര്യാണി പഞ്ചാശതസുരാണാം കുലാനി വൈ ശതം കുലാനി ധൂമ്രാണാം നിർഗച്ഛന്തു മമാജ്ഞയ. കോടി വീര്യാണി 50. ഇവിടെ കോടി 1 കോടിയാണ്. വീര്യാണി എന്ന് പറഞ്ഞാൽ വീര്യന്മാർ, കോടി വീര്യന്മാർ എന്ന് പേരോടുകൂടിയെന്ന് കാണുന്നുണ്ട് ചില ബുക്കുകളിൽ. പക്ഷേ ഇവിടെ കോടി സൈന്യം ആണ്. 50, 5 50 എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് 50 കോടിയാണ്. 50 കോടി സൈന്യങ്ങളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കുലാനി വൈ, കോടി വീര്യാണി. അപ്പോൾ അസുരാണാം കുലാനി വൈ, അസുരന്മാരുടെ കൂട്ടങ്ങൾ 50, 50. ധൂമ്രാണാം കുലാനി 100, ധൂമ്രവംശ ജാതന്മാരുടെ കൂട്ടങ്ങൾ. അപ്പോൾ ധൂമ്രവംശൻ്റെ ആ കുലത്തിൽ ജനിച്ചവർ 100, 100 100. മമ ആജ്ഞയാ നിർഗച്ഛന്തു, എൻ്റെ കൽപ്പന പ്രകാരം പോകട്ടെ എന്ന് പറയുകയാണ്. പിന്നെയും വിശേഷമായി ഓരോരുത്തർക്ക് ആജ്ഞ കൊടുക്കുകയാണ് ശുംഭൻ. കോടിവീര്യൻ, അതായത് കോടിവീര്യന്മാരായ ആയിരിക്കുന്ന അസുരന്മാരുടെ വൃന്ദങ്ങൾ 50, അതായത് അല്ലെങ്കിൽ 50 കോടി സൈന്യങ്ങൾ എന്നും പറയാം. ഈ ധൂമ്രലോചനൻ്റെ ധൂമ്രവംശജാതന്മാരായ അസുരന്മാർ 100 കോടി, 50 കോടി പോകട്ടെ. അതുപോലെ തന്നെ എൻ്റെ ആജ്ഞ, അടുത്ത ആജ്ഞ ഇതാണ്. ദേവിയോട് യുദ്ധത്തിനായി ഇവിടെ 50 കോടി ധൂമ്രവംശജാതന്മാരും എൻ്റെ കൽപ്പന പ്രകാരം അടുത്തതായി പോകട്ടെ എന്ന് ഇവിടെ പറയുകയാണ്. ശതം കുലാനി ധൂമ്രാണാം നിർഗച്ഛന്തു മമാജ്ഞയ. മമ ആജ്ഞ, എൻ്റെ ആജ്ഞ നിമിത്തം 100 വൃന്ദങ്ങൾ ധൂമ്രവംശജാതന്മാരും പോകട്ടെ എന്ന് ആജ്ഞാപിച്ചു. കാലകാ ദൗർഹൃദാ മൗര്യ കാലകേയാസ്തഥാസുരാഹ യുദ്ധായ സജ്ജാ നിര്യാന്തു ആജ്ഞയാ ത്വരിതാ മമ. ഇവിടെ കാലകന്മാർ എന്ന് പറയുന്ന അസുരന്മാർ, അതുപോലെ ദൗർഹൃദ എന്ന് പറഞ്ഞാൽ ദുർഹൃദൻ എന്ന അസുരവംശത്തിൽ ജനിച്ചവരാണ് ദൗർഹൃദ എന്ന് പറഞ്ഞിരിക്കുന്നത്. മൗര്യാഹ എന്ന് പറഞ്ഞിരിക്കുന്നത് മുരൻ എന്ന അസുരൻ്റെ വംശത്തിൽ ജനിച്ചവർ. തഥാ അപ്രകാരം തന്നെ കാലകേയാഹ അസുരാഹ. കാലകേയാഹ അസുരാഹ, നമ്മൾ കാലകേയൻ എന്ന അസുരനെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, രാമായണത്തിലൊക്കെ പറയുന്നുണ്ട്. കാലകേയാഹ അസുര, കാലകയുടെ പുത്രന്മാരായ അസുരന്മാരാണ് കാലകേയന്മാർ എന്ന് അറിയപ്പെടുന്നത്. അവരും മമ ആജ്ഞയായ, എൻ്റെ ആജ്ഞപ്രകാരം, എൻ്റെ കൽപ്പന നിമിത്തം, ത്വരിത വേഗത്തോടുകൂടി അല്ലെങ്കിൽ സംഭ്രമത്തോടുകൂടി
യുദ്ധത്തിനായിക്കൊണ്ട് സജ്ജാഹ നിര്യാന്തു. സജ്ജാഹ എന്ന് പറഞ്ഞാൽ സജ്ജരാക്കപ്പെട്ട് ഒരുക്കത്തോടുകൂടി പുറപ്പെടട്ടെ എന്ന് ശുംഭൻ പറയുകയാണ്. ശുംഭൻ ആജ്ഞ കൊടുത്തു. കാലകന്മാർ, പിന്നെ ഈ കാലകന്മാർ എന്ന് പറഞ്ഞാൽ കാലകയുടെ പുത്രന്മാർ, അതുപോലെ യമസ്വരൂപന്മാർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, യമൻ എന്ന് പറഞ്ഞാൽ ജീവൻ എടുക്കുന്ന ദേവനാണ് യമൻ. ഇപ്പം ഇവിടെ അവർ ജീവൻ എടുക്കാൻ പ്രാപ്തരായിട്ടാണ് യുദ്ധത്തിന് പോകുന്നത് എന്നർത്ഥം. ഇനി അടുത്ത ശ്ലോകം. ഇത്യാജ്ഞാപ്യാസുരപതി ശുംഭോ ഭൈരവശാസന നിർജഗാമ മഹാസൈന്യ സഹസ്രൈർ ബഹുഭിർവൃത ഇതി ആജ്ഞാപ്യ. അതാണ് ഇത്യാജ്ഞാപ്യ, ഇങ്ങനെ കൽപ്പന കൊടുത്തിട്ട് ഭൈരവശാസന, ഭൈരവൻ്റെ ശാസനയല്ല, ഭയങ്കരമായ ആജ്ഞയോടുകൂടിയെന്നാണ്. ഇവിടെ ഭയങ്കരമായ ആജ്ഞ എന്ന് പറയുമ്പോൾ ഇവിടെ ആസന്ന മരണം ഹേതുവായവെന്നും അർത്ഥമുണ്ട്. അതായത് ആസന്ന മരണം ഹേതുവായിട്ട് ഭൈരവശാസനം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടെ മൃത്യുവിങ്കൽ നിന്നുള്ള ശാസനയായിട്ട് ഗണിക്കാം ആജ്ഞയോട്. അതായത് മരണത്തിനുള്ള ശാസന, ആജ്ഞയോട് കൂടിയവൻ, അതാണ് വേറൊരർത്ഥം പറയാൻ പറ്റുന്നത്. ഇവിടെ ദേവിയോടാണ് യുദ്ധത്തിന് പോകുന്നത് അല്ലേ. അസുരന്മാരോട് ഇങ്ങനെ ആജ്ഞാപിച്ചു, അതായത് ഇടതടവില്ലാതെ ഇങ്ങനെ ആജ്ഞാപിക്കുകയായിരുന്നു. ഓരോരുത്തരും നീ ഇങ്ങനെ പോ, ധൂമ്രവംശന്മാർ അതിങ്ങനെ 100 കൂട്ടങ്ങളായിട്ട് പോകട്ടെ, കോടി വീരന്മാർ അങ്ങനെ പോകട്ടെ, 50 കോടി അസുരന്മാർ അങ്ങനെ പോകട്ടെ എന്നിങ്ങനെ ആജ്ഞ കൊടുത്ത ശുംഭൻ അനേകങ്ങളായ ഈ അസുര സൈന്യ സമൂഹത്താൽ ദേവിയോടുകൂടി യുദ്ധം ചെയ്യുന്നതിനായിട്ട് ഗമിച്ചു. പക്ഷേ അവിടെ ആസന്ന മരണം ഹേതുവായിട്ടാണ് ശുംഭൻ ഇങ്ങനെ അവരെ പറഞ്ഞയക്കുന്നതെന്ന് അറിയുന്നില്ല. അതാണ് ഇവിടെ ഭൈരവശാസന എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ശുംഭ അസുരപതി, ഈ അസുരപതി എന്ന് പറഞ്ഞാൽ അസുരന്മാരുടെ പതി, നേതാവ്, അധിപതി എന്നാണ്. ശുംഭൻ എന്ന അസുരനായകൻ, അസുരാധിപതി, ബഹുഭി മഹാസൈന്യ സഹസ്രൈ, അസംഖ്യങ്ങളായ മഹാസുര സൈന്യ സഹസ്രങ്ങളെ കൊണ്ട് എന്നാണ്. ആയിരക്കണക്കിന് അസുരന്മാരുടെ സൈന്യത്തെ കൊണ്ട് വൃതഃ ചുറ്റപ്പെട്ടവനായിട്ട്, പരിവൃതനായിട്ട്, നിർജഗാമ പുറപ്പെട്ടു, നിർഗമിച്ചു എന്നർത്ഥം. ഇങ്ങനെ അനേകം അസംഖ്യം മഹാസൈന്യ സഹസ്രം, ആയിരക്കണക്കിന് മഹാസൈന്യങ്ങളെ, അതായത് അസുരന്മാരെ കൊണ്ട് നിറഞ്ഞ, അസുരന്മാരെ കൊണ്ട് ചുറ്റപ്പെട്ട സൈന്യത്തോടുകൂടി ദേവിയോട് യുദ്ധം ചെയ്യുന്നതിനായിട്ട് പുറപ്പെട്ടു. അത് ആസന്ന മരണ തുല്യനാണ് അത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മൃത്യുവിൽ നിന്നുള്ള ശാസനയ്ക്ക് തുല്യമാണ് എന്ന് പറയുന്നു. ഇനി ആയാന്തം ചണ്ഡികാ ദൃഷ്ട്വ തൽ സൈന്യം അതിഭീഷണം യാസ്വനൈഹി പൂരയാമാസ ധരണി ഗഗനാന്തരം. അതിഭീഷണം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ, തത് സൈന്യം ആ ശുംഭസൈന്യത്തെ ആയാന്തം ദൃഷ്ട്വ കണ്ടിട്ട് ആയാന്തം വരുന്നതായി കണ്ടിട്ട് ചണ്ഡികാജ്യാസ്വനൈഹി, ചണ്ഡികാദേവി തൻ്റെ വില്ലെടുത്ത് ഇങ്ങനെ വലിച്ചു വിട്ടു. അപ്പോൾ ആ ഞാണൊലിയാണ് ചണ്ഡികാജ്യാസ്വനൈ. ചണ്ഡികാജ്യാസ്വനൈ എന്ന് പറഞ്ഞിരിക്കുന്നത് ചണ്ഡികാദേവിയുടെ വില്ലിൻ്റെ ശബ്ദം കൊണ്ട്. ധരണി ഗഗന അന്തരം, അതായത് ധരണി ഭൂമിയാണ്, ഗഗനം ആകാശമാണ്. അതുപോലെ ഭൂമിയും ആകാശവും അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലവും പൂരയാമാസ നിറച്ചു. അതായത് ആ ചുറ്റുമെല്ലാം ഗഗനാന്തരം, എല്ലാ ദിക്കുകളും നിറഞ്ഞു, ഭൂമിയും ആകാശവും ചുറ്റും ഇങ്ങനെ ആ ശബ്ദം കൊണ്ട് മാറ്റൊലിക്കൊണ്ട് നിറഞ്ഞു എന്നാണ്. ഏറ്റവും ഭയങ്കരമായിരിക്കുന്ന കാലാൾപ്പട ആ ശുംഭസൈന്യത്തോടുകൂടി ആയിരക്കണക്കിന് അസുര സൈന്യം വരുന്നത് കണ്ടിട്ട് ചണ്ഡികാദേവി തൻ്റെ വില്ലെടുത്ത് കുലച്ചു. ആ സമയം ഞാണിൽ നിന്ന് പുറപ്പെട്ട ആ ശബ്ദങ്ങളെ കൊണ്ട് ഭൂമിയും ആകാശവും അതുപോലെ ചുറ്റുപാടും നിറഞ്ഞു എന്നാണ്. നിത്തതസിംഹോ മഹാനാദമതീവ കൃതവാൻ നൃപ ഖണ്ഡാസ്വനേന തന്നാദമംബികാചോപബൃംഹയത്. തതഃ അനന്തരം, നൃപ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അവസാനത്തെ ആ നൃപ എന്ന് പറയുന്നത് സംബോധന ചെയ്യുന്നതാണ്. നൃപ രാജാവേ, തതഃ സിംഹോ നാദം അതീവ കൃതവാൻ, അതീവ അതായത് വളരെ ഏറ്റവും വലുതായ ശബ്ദത്തെയാണ് അതീവ നാദം എന്ന് പറഞ്ഞിരിക്കുന്നത്. മഹാനാദമാണ്. അതീവ കൃതവാൻ, ഏറ്റവും വലുതായ ശബ്ദത്തെ പുറപ്പെടുവിച്ചു എന്നാണ്. കൃതവാൻ എന്ന് പറഞ്ഞാൽ കൃതം ചെയ്യുക എന്നാണ്. ഇവിടെ ചെയ്തു, ശബ്ദം ചെയ്തു എന്നല്ല, ശബ്ദം പുറപ്പെടുവിച്ചു. ആ
സിംഹത്തിൻ്റെ അനന്തരം സിംഹവും ഏറ്റവും വലുതായ ശബ്ദത്തെ പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞാൽ സിംഹം ഗർജിക്കുകയാണ് ചെയ്യുന്നത്. ക്രൗര്യമാണ് ആ ശബ്ദം. അംബികാദേവിയും ഖണ്ഡാസ്വനേന കയ്യിലുള്ള 2 മണികൾ കൊണ്ട്, ആ മണിനാദം കൊണ്ട്, ഇനി തം നാദം ഉപബ്രഹ്മയത്, ആ സിംഹത്തിൻ്റെ ഗർജനത്തോടൊപ്പം ദേവിയും തൻ്റെ മണിനാദം കേൾപ്പിച്ചു. ആ നാദം, ഈ 3 ശബ്ദം, അതായത് ജ്യാസ്വനൈ, ചണ്ഡികാജ്യാസ്വനൈ, ചണ്ഡികാദേവി, വില്ല് വലിച്ചു വിട്ടപ്പോൾ ഉണ്ടായ ഞാണൊലി, അതുപോലെ സിംഹത്തിൻ്റെ ഗർജനം, പിന്നെ ഖണ്ഡാസ്വനേന മണിനാദവും, ഈ 3 ശബ്ദങ്ങളും കൂടി ചേർന്ന് വളരെ വലിയ ശബ്ദമായിട്ട് ഇങ്ങനെ എല്ലാവരെയും വിറപ്പിച്ചു എന്നർത്ഥം. ഇനി അടുത്തത് ധനുർജ്യ സിംഹഖണ്ഡാനാം നാദാപൂരിത ദിങ്മുഖ നിനാദൈർഭീഷണൈ കാളി ജിഗ്യേ വിസ്താരിതാനന. ധനുർജ്യ സിംഹഖണ്ഡാന, ഇവിടെ 3 ശബ്ദങ്ങളെയും ഒരുമിച്ച് പറഞ്ഞിരിക്കുകയാണ്. ധനുസ് വില്ലാണ്, ആ വില്ലിൽ നിന്ന് പുറപ്പെട്ട ഞാണൊലി ശബ്ദം, സിംഹത്തിൻ്റെ ശബ്ദം, അതുപോലെ ഖണ്ഡാനാം മണികളുടെ ശബ്ദം. നാദാപൂരിത ദിങ്മുഖ എന്ന് പറഞ്ഞാൽ ഈ നാദങ്ങളെ കൊണ്ട് ഈ ദിക്കുകളെല്ലാം നിറഞ്ഞു എന്നർത്ഥം, മുഴങ്ങി എന്നർത്ഥം. ഭീഷണൈ നിനാദൈ, ഈ ശബ്ദങ്ങളെല്ലാം കൂടിച്ചേർന്നപ്പോൾ ഭീഷണൈ ഭയങ്കരങ്ങളായിരുന്നു, അതായത് ഈ ശബ്ദങ്ങളെല്ലാം കൂടിച്ചേർന്നപ്പോൾ ഭയങ്കര ശബ്ദമായി മാറി എന്നർത്ഥം. വിസ്താരിത ആനന, വിസ്തൃതമായ ആനനത്തോടു കൂടിയവൾ, അതായത് വളരെ വലിയ മുഖത്തോടു കൂടിയിരിക്കുന്ന കാളി ജിഗ്യേ, കാളി ജയിക്കപ്പെട്ടു എന്നാണ്. അതായത് സൈന്യത്തിൻ്റെ ആ വരവും അവരുടെ ആ ആരവും ശബ്ദവും ഒക്കെ ഈ കാളീദേവിയുടെ ഭാഗത്തു നിന്നുള്ള ഈ 3 ശബ്ദങ്ങൾ കൊണ്ട് ജയിക്കപ്പെട്ടു എന്നാണ്. ഇവിടെ കാളി ശബ്ദം കൊണ്ട് ആ 3 ശബ്ദം, അതായത് സിംഹത്തിൻ്റെയും മണിയുടെയും അതുപോലെ ദേവിയുടെ ഞാണിൻ്റെയും ശബ്ദങ്ങൾ അവരുടെ സൈന്യത്തിൻ്റെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിൽ മുഴങ്ങി കേൾക്കപ്പെട്ടു എന്നർത്ഥം. ഇനി കാളി ഭയങ്കര ശബ്ദങ്ങളെ കൊണ്ട് ജയിച്ചു എന്നും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്ത ശ്ലോകം. തന്നിനാദമുപശ്രുത്യ ദൈത്യസൈന്യൈശ്ചതുർദിശം ദേവീ സിംഹസ്തഥാ കാളി സരോഷൈ പരിവാരിതാഹ. തന്നിനാദം, തത് നിനാദം, ആ ശബ്ദം, ഉപശ്രുത്യ കേട്ടിട്ട്, സരോഷൈ എന്ന് പറഞ്ഞാൽ രോഷത്തോടുകൂടി, സഹിതം ക്രോധസഹിതം കോപത്തോടു കൂടിയവരായ ദൈത്യസൈന്യൈഹി, അസുര സൈന്യങ്ങൾ, ദേവീ സിംഹ അംബികയും സിംഹവും, തഥാ കാളി അപ്രകാരം കാളിയും. ഇവിടെ കാളി അംബിക എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ആ അംബികാദേവിയുടെ ലലാടം, അതായത് നെറ്റിയിൽ നിന്ന് പുറപ്പെട്ട രൂപമാണ്, അസുരന്മാരോട് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ട രൂപമാണ് കറുത്ത വർണ്ണത്തിലുള്ള കാളീദേവി. അതായത് ശുഷ്കമായ ശരീരത്തോടു കൂടിയ കാളീദേവി. മറന്നു പോയിട്ടില്ലെന്ന് വിചാരിക്കുന്നു. നാക്കൊക്കെ ചുമന്നിങ്ങനെ ചലിപ്പിക്കുന്ന നാക്കോടുകൂടിയ ഭീകരമായ ഒരു രൂപം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ വർണ്ണിച്ചായിരുന്നു, ഓർമ്മിക്കുന്നുണ്ടെന്ന് കരുതുന്നു. അതാണ് ദേവി സിംഹ തഥാ കാളി ചതുർദിശം പരിവാരിത. ഈ അസുര സൈന്യങ്ങളാൽ അംബികാദേവിയും അപ്രകാരം കാളിയും സിംഹവും 4 ദിക്കിൽ നിന്നും ചുറ്റപ്പെട്ടവരായി. അപ്പോൾ ഈ കാളിയെയും അംബികാദേവിയെയും അതുപോലെ സിംഹത്തെയും 4 ദിക്കിൽ നിന്നും ഈ അസുര സൈന്യങ്ങൾ വളഞ്ഞു എന്നർത്ഥം. ഇനി ഏതസ്മിന്നന്തരേ ഭൂപ വിനാശായ സുരദ്വിഷാം ഭാവയാമരസിംഹാനാം അതിവീര്യബലാന്വിതാഹ. ഇനി ഏതസ്മിൻ അന്തരേ എന്ന് പറഞ്ഞാൽ ഈ അവസരത്തിൽ, അല്ലയോ രാജാവേ, ഭൂപൻ രാജാവാണ്. വിനാശായ സുരദ്വിഷാം, നമ്മൾ ദ്വിഷാം സുരന്മാരുടെ ശത്രുക്കളാണ്. ആരാണ് സുരന്മാർ ദേവന്മാർ. ദ്വിഷാം എന്ന് നമ്മൾ അർഗളസ്തോത്രം പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. യശോദേഹി ദ്വിഷോജഹി, അവിടെ ദ്വിഷോജഹി എന്ന് പറഞ്ഞിരിക്കുന്ന എൻ്റെ ശത്രുക്കൾ ഇല്ലാതെയാകട്ടെ എന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ സുരദ്വിഷാം എന്ന് പറഞ്ഞാൽ സുരന്മാർ ദേവന്മാർ, സുരന്മാരുടെ ശത്രുക്കൾ അസുരന്മാരുടെ വിനാശത്തിനായിട്ട്, അതായത് സുരദ്വിഷാം വിനാശായ, അസുരന്മാരുടെ വിനാശത്തിനായിട്ടും അമരസിംഹാനാം ഭവായ, ദേവശ്രേഷ്ഠന്മാരുടെ അഭിവൃദ്ധിക്കായിട്ടും, അമരസിംഹാനാം അതിവീര്യബലാന്വിതാഹ, അതിസാമർഥ്യത്തോടും ബലത്തോടും കൂടിയവയായ ബ്രഹ്മേശ ഗുഹ വിഷ്ണുവിനാം. ഇവിടെ
അടുത്ത ശ്ലോകമാണിത്. ആ 4 വരിയുടെ ഒരുമിച്ച് പറയാൻ ഞാൻ. അതായത് ബ്രഹ്മേശ ഗുഹ വിഷ്ണൂനാം തഥൈവേന്ദ്രസ്യ ശക്തയഃ ശരീരേഭ്യോ വിനിഷ്ക്രമ്യ തദ്രൂപൈശ്ചണ്ഡികാം യയുഹു. ഇവിടെ ഏതസ്മിൻ അന്തരേ ഭൂപ വിനാശായ സുരദ്വിഷാം ഭാവയാമര സിംഹാനാം അതിവീര്യ ബലാന്വിത. ഇവിടെ അതിവീര്യ ബലാന്വിത എന്ന് പറഞ്ഞിരിക്കുന്ന അതിസാമർഥ്യത്തോടും ബലത്തോടും കൂടിയവരായത്. ഇനി ബ്രഹ്മേശ ഗുഹ വിഷ്ണൂനാം എന്ന് പറഞ്ഞാൽ ബ്രഹ്മൻ, ബ്രഹ്മാവ്, പ്രജാപതിയായ ബ്രഹ്മാവ്, ഈശൻ മഹേശ്വരൻ, ഗുഹൻ എന്ന് പറഞ്ഞാൽ മുരുകൻ, വിഷ്ണൂനാം വിഷ്ണു മഹാവിഷ്ണു. അപ്പോൾ ഇവിടെ ബ്രഹ്മാവ്, മഹേശ്വരൻ, സ്കന്ദൻ അല്ലെങ്കിൽ മുരുകൻ, വിഷ്ണു, ഈ 4 പേരും. അതുപോലെ തഥൈവേന്ദ്രസ്യ തഥ ഇന്ദ്രൻ, തഥ ഏവം ഇന്ദ്രസ്യ ശക്തയഃ ഇന്ദ്രൻ്റെ ശക്തിയായ ഐന്ദ്രി. ഇനി അടുത്തത് ശക്തികൾ. ശക്തയഃ എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം ശക്തികൾ എന്നാണ്. ബ്രഹ്മാവിൻ്റെ, മഹേശ്വരൻ്റെ, ഗുഹൻ്റെ, വിഷ്ണുവിൻ്റെ, അതുപോലെ തന്നെ അപ്രകാരം ഇന്ദ്രൻ്റെ ശക്തികൾ ശരീരേഭ്യോ വിനിഷ്ക്രമ്യ അവരുടെ ശരീരത്തിൽ നിന്ന് നിഷ്ക്രമിച്ചിട്ട് പുറപ്പെട്ടിട്ട് തദ്രൂപൈശ്ചണ്ഡികാം യയുഹു തദ്രൂപൈ അതാത് രൂപത്തിൽ ചണ്ഡികാം ചണ്ഡികാദേവിയെ പ്രാപിച്ചു. അതായത് ഓരോ ദേവന്മാരുടെയും ഇവരെല്ലാവരും, ഈ ദേവന്മാരെല്ലാവരും ഈ ദേവിയുടെയും അസുരന്മാരുടെയും തമ്മിലുള്ള ദേവിയും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം കാണാനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഓരോ ദേവന്മാരുടെയും ശരീരത്തിൽ നിന്ന് അവരുടെ വാഹനങ്ങളിൽ അവരുടെ ശക്തികൾ, അവരുടെ ആയുധങ്ങൾ സമേതം ഈ ചണ്ഡികാദേവിയിലേക്ക് പ്രാപിച്ചു എന്നർത്ഥം. അതായത് ഓരോ ദേവന്മാരും അവരുടെ ഈ അവസരത്തിൽ ആ യുദ്ധം കാണാനായി സന്നിഹിതരായിരുന്ന ദേവന്മാരുടെ, ബ്രഹ്മാവ്, മഹേശ്വരൻ, ഗുഹൻ, അതുപോലെ മഹാവിഷ്ണു, അതുപോലെ ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരുടെ ശക്തികൾ ഈ ചണ്ഡികാദേവിയിലേക്ക് അവരുടെ വാഹനങ്ങളോടും ആയുധങ്ങളോടും കൂടി സമാഹരിച്ച് പ്രാപിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി സുബ്രഹ്മണ്യനും എല്ലാവരും അവരവരുടെ ഓരോ ദേവന്മാരുടെയും ശക്തികളാണ്. ഇനി അടുത്തത് നോക്കാം. യസ്യ ദേവസ്യ യദ്രൂപം യഥാഭൂഷണവാഹനം തദ്വദേവ ഹി തച്ഛക്തിരസുരാൻ യോദ്ധുമായയൗ. യസ്യ ദേവസ്യ യദ്രൂപം, ഏത് ദേവന് ഏതാകൃതിയാണോ ഉള്ളത്. യസ്യ ദേവസ്യ യദ്രൂപം, യത് ദേവസ്യ ഏത് ദേവന് ഏത് രൂപമാണോ ഉള്ളത്. യഥാ ഭൂഷണവാഹനം, ഏത് ആഭരണമാണോ ഏത് ആഭൂഷണമാണോ ഓരോ ദേവന്മാർക്കുമുള്ളത്, ഏത് വാഹനമാണോ ഓരോ ദേവന്മാർക്കുമുള്ളത്, ആ അതേ പ്രകാരം തദ്വത് ഏവഹി തച്ഛക്തി, അതുപോലെ തന്നെ ആ ശക്തി അസുരന്മാരോട് യോദ്ധും ആയയോ യുദ്ധത്തിനായി പുറപ്പെട്ടു. അതായത് ഇപ്പോൾ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹംസവാഹന സംയുക്തം എന്നാണ് നമ്മൾ വായിച്ചത് അല്ലേ. അതുപോലെ ബ്രഹ്മാവിൻ്റെ ശക്തി, അതായത് ബ്രാഹ്മി ശക്തി ഹംസവാഹനത്തോടും അതുപോലെ ബ്രഹ്മാവിൻ്റെ കയ്യിലുള്ള ആയുധത്തോടും കൂടി, അതുപോലെ തന്നെ അതാത് ശക്തികൾ ഓരോ അസുരന്മാരോടും യുദ്ധം ചെയ്യുന്നതിനായിട്ട് ആ ദേവന്മാരുടെ ആഭൂഷണം അലങ്കാരങ്ങളോടുകൂടി ഇവിടെ ആ ദേവിയിലേക്ക് ആവാഹിക്കപ്പെട്ടു എന്നാണ്. ചണ്ഡികയുടെ അംശഭൂതങ്ങളാണ്. ചണ്ഡികാദേവിയെ യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഓരോ ദേവന്മാരുടെയും ശക്തികൾ ചണ്ഡികാദേവിയിലേക്ക് കൂടിച്ചേർന്നു എന്ന്. ഏതാകൃതിയാണോ ഓരോ ദേവനും ഉള്ളത് അതേ ആകൃതിയിൽ, ഏത് ആഭരണങ്ങളാണോ അവർ ധരിച്ചിരിക്കുന്നത് അതേ ആഭരണത്തോടുകൂടി, ഏത് വാഹനമാണോ ആ വാഹനത്തോടുകൂടി, ഏത് ശക്തിയാണോ അവരുടെ കൈകളിലുള്ളത്, ആയുധങ്ങളാണോ ഉള്ളത്, അതാത് ആയുധങ്ങളോടുകൂടി അതാത് വാഹനങ്ങളിൽ കയറി ആ ആയുധങ്ങളെയും ധരിച്ച് ദേവി സന്നിധാനമായി ആ ചണ്ഡികാദേവിയിലേക്ക് ആവാഹിക്കപ്പെട്ടു എന്ന് അർത്ഥം. ഇനി ഹംസയുക്ത വിമാനാഗ്രേ സാക്ഷസൂത്രകമണ്ഡലുഹു ആയാത ബ്രഹ്മണശക്തിർ ബ്രഹ്മാണി സാഭിധീയത എന്നാണ്. ഇനി ഹംസയുക്തം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ഹംസങ്ങളോട് കൂടിയിരിക്കുന്ന വിമാനത്തിലായിരുന്നു വന്നത്. സാക്ഷസൂത്ര കമണ്ഡലുഹു, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് സാക്ഷസൂത്ര കമണ്ഡലുഹു എന്ന് പറഞ്ഞാൽ ഇവിടെ ജലപാത്രത്തോടും ജപമാലയോടും കൂടിയാണ് ബ്രഹ്മാവ് എന്നത്. അപ്പോൾ ബ്രഹ്മണശക്തി ആയാത,
ഇനി ബ്രഹ്മാവിൻ്റെ ശക്തി, അതായത് ബ്രാഹ്മി ദേവി, ആ ശക്തിയോടുകൂടി സാ ബ്രഹ്മാണി അഭിധീയത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹംസയുക്ത വിമാനാഗ്രേ സാക്ഷസൂത്രകമണ്ഡലുഹു ആയാത ബ്രഹ്മണശക്തിർ ബ്രഹ്മാണി സാഭിധീയതേ. ബ്രാഹ്മി ശക്തി, അതായത് ജപമാലയോടും കമണ്ഡലുവോടും കൂടി, അതായത് ജലപാത്രത്തോടും കൂടി വന്നു എന്ന് മാത്രമേ ഇവിടെ അർത്ഥമുള്ളൂ. അസുരന്മാരോട് യുദ്ധം ചെയ്യുന്നു. ഇവിടെ പരമഹംസന്മാരോട് കൂടിയിരിക്കുന്ന പരബ്രഹ്മമാണ് ഈ ബ്രഹ്മാണി ശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബ്രഹ്മാണി ശക്തിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. ഉപനിഷദ് രൂപമാണ് ബ്രഹ്മാണി ശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉപനിഷത്തുക്കൾ എന്താണെന്ന് വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഉപനിഷത്തുക്കൾ എന്ന് നോക്കിയാൽ കിട്ടുന്നതാണത്. ഇനി നമുക്കറിയാം ആകെ 108 ഉപനിഷത്തുക്കളാണ് പറയപ്പെടുന്നത്. നമുക്കത് വിശദമായിട്ട് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വേണ്ടവർക്ക് ശ്രദ്ധിക്കാം കേട്ടോ. ഇവിടെ പരബ്രഹ്മം എന്നതെന്താണെന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം അതൊരു വേറൊരു വീഡിയോയിലാണ് പരബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ചെറിയ ചെറിയ വിവരണങ്ങൾ. അടുത്ത ശ്ലോകം മാഹേശ്വരി വൃഷാരൂഢ ത്രിശൂലവരധാരിണി മഹാഹിവലയ പ്രാപ്ത ചന്ദ്രരേഖാ വിഭൂഷണ. വൃഷാരൂഢ, വൃഷം നമുക്കറിയാം, വൃഷഭത്തിൽ കയറി. ഈ വൃഷഭം എന്ന വാക്കിന് വേറെ ഒരു അർത്ഥം കൂടിയുണ്ട്. അതായത് വൃഷാരൂഢ, വൃഷഭത്തെ അല്ലെങ്കിൽ ധർമ്മത്തെ ആരോഹണം ചെയ്തവൾ എന്ന് അർത്ഥമുണ്ട്. വൃഷഭം കാളയാണ്. മഹേശ്വരൻ്റെ ഭാര്യയായതുകൊണ്ട് മഹേശ്വരൻ്റെ കൂടെ കാളയുടെ പുറത്താണ്. പക്ഷേ ഇവിടെ ധർമ്മത്തെ ആരോഹണം ചെയ്തവൾ. ത്രിശൂലവരധാരിണി, അതായത് മഹേശ്വരൻ്റെ കയ്യിലിരിക്കുന്ന ത്രിശൂലം, 3 ആഗ്രഹങ്ങളുള്ള ആ ആയുധത്തെയാണ് ത്രിശൂലം എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാം, ത്രിശൂലമൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ. ശ്രേഷ്ഠമായിരിക്കുന്ന ആ ആയുധമാണ്. ശൂലായുധത്തെ ധരിച്ചവളാണ് ത്രിശൂല വരധാരിണി. വരം ശ്രേഷ്ഠമാണ്. ആ ശ്രേഷ്ഠമായ ത്രിശൂലത്തെ ധരിച്ചവൾ മാഹേശ്വരി ദേവി. അതുപോലെ വൃഷഭത്തിൽ അവരോഹണം ചെയ്തിട്ട് മഹാഹിവലയ പ്രാപ്ത. മഹാഹിവലയ എന്ന് പറഞ്ഞാൽ അഹി സർപ്പമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് 2ാമത്തെ ചാപ്റ്ററിലാണെന്ന്, രണ്ടാമത്തെ ചാപ്റ്ററിൽ തന്നെയാണ്. നാഗഹാരം ദദൗദസ്യേധത്തേയം പൃഥ്വീമിമാം എന്ന് നമ്മൾ പഠിച്ചു. അതായത് ഭൂമിയെ ധരിച്ചിരിക്കുന്ന അനന്തൻ എന്ന നാഗഹാരം ദേവിക്ക് കൊടുത്തു എന്ന് അന്ന് നമ്മൾ പഠിച്ചു. ഇനി അതുകൂടാതെ അനന്തോ നാഗരാജസ്യ സർപ്പരാജസ്തു വാസുകി എന്നും നാഗങ്ങളും സർപ്പങ്ങളും 2ആണെന്നും നമ്മൾ പഠിച്ചു. ഇവിടെ മഹാഹിവലയ എന്ന് പറഞ്ഞാൽ മഹാസർപ്പങ്ങൾ കൊണ്ട് വലയം ചെയ്ത പ്രാപ്ത ചന്ദ്രരേഖാ വിഭൂഷണ. ഇവിടെ മഹേശ്വരൻ്റെ അലങ്കാരമാണ്, ആഭൂഷണമാണ് സർപ്പങ്ങളല്ലേ. കഴുത്തിലും കയ്യിലും എല്ലാം സർപ്പഭൂഷണമാണ്. പന്നകഭൂഷണനാണ് മഹേശ്വരൻ. അപ്പോൾ മഹത്തുക്കളായിരിക്കുന്ന അനന്ത തക്ഷകന്മാർ തുടങ്ങിയ ആ സർപ്പങ്ങളെയാണ് കടകങ്ങളായി ധരിച്ചിരിക്കുന്നത് ഇവിടെ മാഹേശ്വരി എന്ന ദേവി. ഇനി അടുത്തത് നോക്കാം. കൗമാരി ശക്തിഹസ്താജ മയൂരവരവാഹന. കൗമാരി എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യ ശക്തിയാണ്, കുമാരശക്തി. അപ്പോൾ ആ ശക്തിഹസ്താച്ച മയൂരമാണ് സുബ്രഹ്മണ്യൻ്റെ വാഹനം. അതുകൊണ്ട് മയൂരം, മയൂര വരവാഹന എന്ന് പറഞ്ഞാൽ വരം ശ്രേഷ്ഠമായ മയൂരവാഹനത്തിൽ കൗമാരി ശക്തി വന്നു, കുമാരി ശക്തി വന്നു. മയൂരവരവാഹന. ഗുഹരൂപിണി എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ്റെ രൂപത്തോടു കൂടിയവളാണ്. നമ്മൾ മുൻ ശ്ലോകത്തിൽ പറഞ്ഞു, ഏതേത് ദേവന് ഏതേത് ആകൃതിയിലാണോ, ഏതേത് ആഭരണങ്ങളാണോ ആഭൂഷണങ്ങളാണോ ധരിച്ചിരിക്കുന്നത്, ഏതേത് ആയുധങ്ങളാണോ ധരിച്ചിരിക്കുന്നത്, അതേ രൂപത്തിൽ വന്ന് ചണ്ഡികയിൽ പ്രാപിച്ചു എന്ന് പഠിച്ചു. അതുകൊണ്ട് ഇവിടെ കുമാരി എന്ന ദേവി, കൗമാരി ദേവി സുബ്രഹ്മണ്യൻ്റെ വാഹനമായ മയിൽ വാഹനത്തിൽ വന്ന് വേലൊക്കെ കയ്യിൽ പിടിച്ച് ശ്രേഷ്ഠമായ മയിൽ വാഹനത്തിൽ കയറി സുബ്രഹ്മണ്യ രൂപത്തോടു കൂടിയവളായി അംബികയിൽ വന്ന് പ്രാപിച്ച് അസുരന്മാരോട് യുദ്ധം ചെയ്യുന്നതിനായി നേരിട്ട് വന്നു. അംബിക കൗമാരി, അംബികയായ സുബ്രഹ്മണ്യ ശക്തിയോട് കൗമാരി സുബ്രഹ്മണ്യ ശക്തിയായി അംബികയോടുകൂടി യോദ്ധും അഭ്യായയോ യുദ്ധം ചെയ്യുന്നതിനായി നേരിട്ട് വന്നു ദൈത്യാൻ അസുരന്മാരോട്. ഇനി അടുത്തത് തഥൈവ വൈഷ്ണവീ ശക്തിർ ഗരുഡോപരി സംസ്ഥിത ശംഖചക്രഗദാശാർഗ ഖഡ്ഗഹസ്താഭ്യുപായയൗ. തഥൈവ അപ്രകാരം, തഥൈവ അപ്രകാരം, അതുപോലെ തന്നെ വൈഷ്ണവീ ശക്തി, വിഷ്ണു ശക്തിയാണ് വൈഷ്ണവി. വിഷ്ണുവിൻ്റെ കയ്യിലുള്ളത് നമുക്കറിയാം ശംഖചക്ര ഗദാപത്മമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഗരുഡോപരി സംസ്ഥിത,
ശംഖചക്ര ഗദ ശാർങ്ക ഖഡ്ഗ ഹസ്താഭ്യുപായ. ഇവിടെ ശംഖചക്രം ഗദ പത്മം കൂടാതെ ശാർങ്ക ഖഡ്ഗ ഹസ്താഭ്യുപായു പറഞ്ഞിട്ടുണ്ട്. ശാർങ്കം വില്ലാണ്. അപ്പോൾ വില്ല് ഉണ്ടെങ്കിൽ നമുക്കറിയാം ആവനാഴി കാണും, അത് പുറത്തായിരിക്കും, നമുക്ക് കാണാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അതും കാണും. വില്ലുണ്ടെങ്കിൽ അമ്പും വേണമല്ലോ യുദ്ധം ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് നോക്കാം. വൈഷ്ണവീ ശക്തി ഗരുഡോപരി സംസ്ഥിത എന്ന് പറഞ്ഞാൽ ഗരുഡൻ്റെ പുറത്തിരുന്ന് ശംഖചക്ര ഗദ, കൈകളിൽ ശംഖം, ചക്രം, ഗദ, വില്ല്, വാൾ, ശാർങ്ക ഖഡ്ഗ ഹസ്ത ഇവകളോട് കൂടി ഇവയെല്ലാം കൈകളിൽ ധരിച്ചിട്ട് അഭ്യുപായയോ നേരിട്ട് വന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. വില്ല് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ബാണവും അതിലുൾപ്പെടും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. ഈ ദേവി അതുകൊണ്ട് 6 കൈകളോട് കൂടിയവളാണെന്ന് വിവക്ഷയുണ്ട്. നമുക്ക് വിഷ്ണുവിൻ്റെ 4 കൈകളെ നമ്മളെപ്പോഴും കാണാറുള്ളൂ. ഇവിടെ 2 കൈകളും കൂടെ പുറകിലായിട്ടുണ്ടെന്ന് നമ്മളങ്ങ് വിശ്വസിക്കുക. 6 കൈകൾ, 6 ആയുധങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട്. ഇനി വില്ല് ധരിച്ചിരിക്കുന്നതുകൊണ്ട് ബാണം ഉണ്ടെന്നുള്ളത് തർക്കമില്ലാത്ത വസ്തുതയാണ്. ശംഖചക്ര ഗദാപത്മം മാത്രമേ വിഷ്ണുവിൻ്റെ കയ്യിൽ നമ്മൾ കാണുന്നുള്ളൂ ഇല്ലേ. അപ്പോൾ ഇവിടെ 6 കൈകളുള്ള ദേവിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗരുഡവാഹനയായ വൈഷ്ണവീ ശക്തി നാരായണിയാണ്. അതുപോലെ തന്നെ ബ്രഹ്മാദി ശക്തികളെ പോലെ അസുരന്മാരോട് യുദ്ധം ചെയ്യുന്നതിനായിട്ട് വന്നു എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് യജ്ഞവാരാഹമതുലം രൂപം യാ ബിഭ്രദോഹരേ ശക്തി സാപ്യായയോ തത്ര വാരാഹിം ബിഭ്രതീതനും എന്ന് പറഞ്ഞിരിക്കുകയാണ്. യജ്ഞവാരാഹമതുലം, ഇവിടെ അതുലം എന്ന് പറഞ്ഞാൽ അതിനോട് തുല്യമായിട്ട് മറ്റൊന്നില്ല, അതുല്യമാണ്. യജ്ഞവാരാഹം, ഇവിടെ യജ്ഞവാരാഹം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ യജ്ഞാംഗ, അതായത് വാരാഹം നമുക്കറിയാം സൂകരം പന്നിയാണ്. എന്താണ് ആ വാരാഹ രൂപമായ മഹാവിഷ്ണുവിൻ്റെ ശക്തിയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. രൂപം ബിഭ്രത ഹരേ, ഹരിയുടെ, അതായത് ആ വരാഹ രൂപത്തെ ധരിച്ചിരിക്കുന്ന വിഷ്ണുവിൻ്റെ ശക്തിയാണ് വാരാഹി ശക്തി. യാ ശക്തി സാ അപി, അതൊരു ശക്തി, അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിയും തത്ര അവിടെ വാരാഹീം തനും വരാഹത്തെ സംബന്ധിച്ച മൂർത്തിയെ ധരിക്കുന്നവളായിട്ട് വന്നു. ഇവിടെ വരാഹം എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കറിയാം വിഷ്ണു എപ്പോഴാണ് വരാഹ രൂപം എടുത്തതെന്ന് നമുക്കറിയാം. ഹിരണ്യകശിപു ഭൂമിയെ, അതായത് യജ്ഞഭാഗങ്ങളൊക്കെ ഭുജിക്കുന്നത് ദേവന്മാരാണ്. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുമായിരുന്നു. ദേവന്മാർക്ക് ആ ശക്തി അങ്ങനെ അവർ നഷ്ടപ്പെടാൻ വേണ്ടി ഈ ഭൂമിയിൽ ആളുകളാണല്ലോ യജ്ഞം ചെയ്യുന്നത്, രാജാക്കന്മാരും മറ്റും. അപ്പോൾ ഈ ഹിരണ്യകശിപു എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു ദിവസം ഈ ഭൂമി ഉണ്ടായിട്ടല്ലേ ഭൂമിയിൽ യജ്ഞം നടക്കുന്നത്. ഈ ഭൂമിയെ മൊത്തം എടുത്ത് രസാതലത്തിലേക്ക്, അതായത് പാതാളം വഴി രസാതലത്തിലേക്ക് മോഷ്ടിച്ച് കൊണ്ടുപോയത് നമുക്കൊക്കെ അറിയാം. വരാഹപുരാണത്തിൽ അത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതും ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണേണ്ടവർക്ക് കാണാം, കേൾക്കേണ്ടവർക്ക് കേൾക്കാം, അതാണ് ശരി. അപ്പോൾ ഈ വരാഹമൂർത്തിയായിട്ട് വിഷ്ണു അവതാരമെടുത്ത് പോയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഭൂമിയെ വീണ്ടും കൊണ്ടുവരുന്നത്. നമ്മളതെല്ലാം പഠിച്ചിട്ടുണ്ട്, വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ വരാഹശക്തിയുടെ ശക്തിയാണ്, വരാഹശക്തിയാണ് വാരാഹി. അതിൻ്റെ സ്ത്രീലിംഗമാണ് വാരാഹി ശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് യജ്ഞവരാഹമതുലം, വാരാഹമതുലം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുല്യമായ വാരാഹി ശക്തി ഇവിടെ ശക്തി മൂർത്തിയെ ധരിക്കുന്നവളായിട്ട് വന്നു. അതായത് വിഷ്ണു ഭഗവാന്റെ ബലപരാക്രമങ്ങളെ കൊണ്ട് തുല്യമില്ലാത്തതായ ആ വരാഹത്തെ സംബന്ധിച്ച, ആ വരാഹത്തെ സൂചിപ്പിക്കുന്ന ആകൃതിയെ ധരിച്ചിരിക്കുന്ന ഭഗവതിയാണ്. അതുകൊണ്ട് ആ ശക്തിയാണ് വിഷ്ണു ശക്തി തന്നെയാണ്, നാരായണീ ദേവത തന്നെയാണെന്ന് പറയാം. വരാഹ ശരീരത്തെ ധരിച്ചും കൊണ്ടാണ് ആ ദേവി ഇവിടെ ഈ യുദ്ധത്തിൽ അസുരന്മാരോടുകൂടി യുദ്ധം ചെയ്യുന്നതിനായിട്ട് ദേവിയുടെ സമക്ഷം വന്നു ചേർന്നിരിക്കുന്നത്. ഈ ദേവിക്കും വിഷ്ണു ശക്തി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നാരസിംഹി നൃസിംഹസ്യ ബിഭ്രതി സദൃശം വപുഹു പ്രാപ്ത തത്ര സദാക്ഷേപ ക്ഷിപ്ത നക്ഷത്ര സംഹതി. നാരസിംഹി നൃസിംഹത്തിൻ്റെ ആ ശക്തിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതെല്ലാം വിഷ്ണുവിൻ്റെ അവതാരങ്ങളാണെന്ന് നമുക്കറിയാമല്ലോ അല്ലേ. നാരസിംഹി നൃസിംഹസ്യ, അതായത് നൃസിംഹസ്യ എന്ന് പറഞ്ഞാൽ ആ നരസിംഹത്തിന് സദൃശ്യമായിരിക്കുന്ന, തുല്യമായിരിക്കുന്ന തത്ര, ഈ ഇവിടെ ആ ദേവിയും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിൽ സടാക്ഷേപ ക്ഷിപ്ത, അതായത് സട എന്ന് പറഞ്ഞാൽ സിംഹത്തിൻ്റെ, ദേവിയുടെ വാഹനമായ ആ സിംഹത്തെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, നൃസിംഹത്തിൻ്റെ സടയാണ് ഉദ്ദേശിക്കുന്നത്, നരസിംഹത്തിൻ്റെ. ആ
സ്കന്ധകേസരങ്ങളുടെ താടനം കൊണ്ട് നക്ഷത്ര സംഹതി, ചിതറിക്കുന്ന നക്ഷത്ര സമൂഹത്തോടു കൂടിയവളായ, അത്ര ക്രൂരം, അതായത് ഇങ്ങനെ ഭയങ്കരമാണ് ആ സടകൾ കൊണ്ടുള്ള ആ താടനം. നാരസിംഹി സദൃശമായിട്ട്, വപുഹു ശരീരമാണ്, അഭിഭ്രതി പ്രാപ്ത. അപ്പോൾ ഈ നൃസിംഹത്തിന് തുല്യമായ ശക്തിയുമായിട്ട് ആ നൃസിംഹശക്തി ഇവിടെ വന്ന് ദേവി, ആ നാരസിംഹി ദേവിയും ആ നൃസിംഹത്തിന് തുല്യമായ ശക്തിയോടുകൂടി ആ രൂപത്തെ ധരിച്ചും കൊണ്ട് ഇവിടെ വിഷ്ണുവിൻ്റെ അതും വൈഷ്ണവീ ശക്തി തന്നെയാണ്. ഈ ദേവിയും ദാനവന്മാരുമായിട്ടുള്ള യുദ്ധത്തെ കാണുന്നതിനായിട്ട്, ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനായിട്ട്, ദേവിയെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ഇവിടെ വന്ന് ദേവിയിൽ കൂടിച്ചേർന്നു, ദേവിയിലേക്ക് പ്രാപിച്ചു എന്ന് സാരം. ഇനി വജ്രഹസ്ത തഥൈവൈന്ദ്രി ഗജരാജോപരിസ്ഥിത, വജ്രഹസ്ത തഥൈവൈന്ദ്രി ഗജരാജോപരിസ്ഥിത പ്രാപ്ത സഹസ്രനയന യഥാ ശക്രസ്തഥൈവ സ. ഇവിടെ യഥാ തഥാ ഏവ, അതുപോലെ തന്നെ, യഥാ ശക്രഃ ഏതു പ്രകാരമാണോ ഇന്ദ്രൻ, തഥാ ഏവ അപ്രകാരം, എപ്രകാരമാണോ ഇന്ദ്രൻ ഉള്ളത് അപ്രകാരം വജ്രഹസ്ത, ഇന്ദ്രൻ്റെ കയ്യിൽ വജ്രായുധമുണ്ട് നമുക്കറിയാം, അതുപോലെ കയ്യിൽ വജ്രായുധം ധരിച്ചിട്ട് ഗജരാജോപരിസ്ഥിത, ഗജരാജൻ്റെ മുകളിൽ സ്ഥിതയായിട്ട്, ഗജരാജോപരിസ്ഥിത, ഗജരാജൻ ഇവിടെ ആനകളുടെ എല്ലാം രാജാവായിട്ട് ശ്രേഷ്ഠനായ ഐരാവതം ആണ് ഇന്ദ്രൻ്റെ ആന അല്ലേ. ആ ഐരാവതത്തിൻ്റെ മുകളിൽ കയറി സഹസ്രനയന, ഇന്ദ്രന് 1000 കണ്ണുകളുണ്ട്, അതൊരു വേറൊരു കഥയാണ്, എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. സഹസ്രനയന 1000 കണ്ണുകളോടുകൂടി, സ ഐന്ദ്രി, ഇന്ദ്രശക്തിയാണ് ഐന്ദ്രീ ദേവി. ആ ഇന്ദ്രനെ സംബന്ധിച്ച ശക്തിയും പ്രാപ്ത, ഇവിടെ വന്ന് ചണ്ഡികാദേവിയെ പ്രാപിച്ചു എന്ന് അർത്ഥം. ഈ ദേവേന്ദ്രനെ പോലെ വജ്രായുധത്തെ ധരിച്ച് ഐരാവതത്തിൽ കയറി ഇന്ദ്രനെ പോലെ തന്നെ 1000 കണ്ണുകളോട് കൂടിയവളായിട്ട് ഇന്ദ്രശക്തിയായ ഐന്ദ്രീ ദേവിയും വന്ന് ഇവിടെ ആ ചണ്ഡികാദേവിയെ പ്രാപിച്ചു. ഇങ്ങനെ ബ്രഹ്മാണി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, നാരസിംഹി, ഐന്ദ്രി, ഇങ്ങനെ 7 ശക്തികൾ ഉത്ഭവിച്ചു ഈ യുദ്ധത്തിൽ ദാനവന്മാരെ നേരിടാൻ എന്ന് പറയുന്നു. നമുക്കറിയാം 7 ശക്തികൾ എന്ന് പറയുമ്പോൾ അവർ സപ്തമാതൃക്കളാണ്. ബ്രഹ്മാണി കമലേന്ദു സൗമ്യവദന, മാഹേശ്വരി ലീലയ, കൗമാരി രിപുതർപ്പനാശനകരി, ചക്രായുധ വൈഷ്ണവി, വാരാഹി ഘനഘോര ഘർഘരമുഖി, തംശ്രീ ച വജ്രായുധ, ചാമുണ്ട ഗണനാഥരുദ്രസഹിത, രക്ഷന്തു മാം മാതരഹ. നമ്മൾ ധ്യാന ശ്ലോകങ്ങളിൽ ഒന്നാണത് അല്ലേ. അതിൽ സപ്തമാതൃക്കളെയാണ് നമ്മൾ ധ്യാനിക്കുന്നത് അല്ലേ. സപ്തമാതൃക്കളെ ധ്യാനിച്ചിട്ടാണ് നമ്മൾ ആ ശ്ലോകം പറയുന്നത്. ഏത് ശ്ലോകമാണെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? അപ്പോൾ നമ്മൾ ഇവിടെ ആ ദേവി മാഹാത്മ്യത്തിലുള്ളതാണ്. ഇന്ന് ഇത്രയും മതി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.